ഞങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു കരാറുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ മുഖത്ത് നോക്കി ഇന്ത്യ നൽകിയ മുന്നറിയിപ്പാണിത്. ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ അന്തിമഘട്ടത്തിലാണെന്ന് അമേരിക്കൻ ഭരണകൂടം ആവർത്തിക്കുമ്പോഴും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. ട്രംപ് ഭരണകൂടത്തിലെ US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രിയറുമായി ഡൽഹിയിൽ വെച്ച് നടത്തിയ ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് ഗോയൽ ഈ അന്ത്യശാസനം നൽകിയത്. ഇതോടെ വാഷിംഗ്ടൺ പ്രതിസന്ധിയിലാവുകയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറുപടിക്കായി ഉറ്റുനോക്കുകയുമാണ് ലോകം. എന്തുകൊണ്ടാണ് ഇത്രയും കടുത്ത ഒരു നിലപാടിലേക്ക് ഇന്ത്യ പോയത്? വളരെ ലളിതമാണ് കാര്യം. നമ്മുടെ രാജ്യത്തെ കർഷകരെയും ആഭ്യന്തര വിപണിയെയും സംരക്ഷിക്കാൻ ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ള ചില ഉറപ്പുകൾ അമേരിക്കയിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അയൽ രാജ്യങ്ങളെക്കാളും ചൈന, വിയറ്റ്നാം തുടങ്ങിയ മറ്റ് ആസിയാൻ രാജ്യങ്ങളെക്കാളും ഇന്ത്യക്ക് 18% താരിഫ് ആനുകൂല്യം അമേരിക്ക നൽകണമെന്നാണ് പീയൂഷ് ഗോയൽ ആവശ്യപ്പെടുന്നത്. ഇതിലൂടെ മാത്രമേ നമ്മുടെ തദ്ദേശീയ നിർമ്മാതാക്കൾക്കും ചെറുകിട വ്യവസായികൾക്കും ആഗോള വിപണിയിൽ മറ്റു രാജ്യങ്ങളോട് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വെറുമൊരു കരാറിൽ ഒപ്പിടുക എന്നതിലുപരി ഇന്ത്യ ആവശ്യപ്പെടുന്ന ഈ 18% മത്സരക്ഷമതാ മാർജിൻ അമേരിക്ക നിയമപരമായി ഉറപ്പുവരുത്തണം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ തീർപ്പ്. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളുടെ ഭാഗമായി ലോകരാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച കടുത്ത താരിഫുകൾ US സുപ്രീം കോടതി തന്നെ റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ശക്തമായി വിലപേശാനുള്ള അവസരമാണ് വീണ് കിട്ടിയിരിക്കുന്നത്. 140 കോടി ജനങ്ങളുള്ള ഭീമാകാരമായിട്ടുള്ള ഇന്ത്യൻ വിപണി അമേരിക്കൻ കമ്പനികൾക്ക് ഒരിക്കലും അവഗണിക്കാനാകില്ല എന്ന് ന്യൂഡൽഹിക്ക് കൃത്യമായി അറിയാം. അമേരിക്ക നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 10% താൽക്കാലിക നികുതി ഇളവുകൾ ജൂലൈ 24 അവസാനിക്കാനിരിക്കെയാണ് ഇന്ത്യയുടെ ഈ ഒരു വിലപേശൽ എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ചൈനയ്ക്കെതിരെയുള്ള പ്രതിരോധത്തിൽ ഏഷ്യയിൽ ഇന്ത്യയെ അമേരിക്കയ്ക്ക് അത്യാവശ്യമായതിനാൽ ഇന്ത്യയുടെ ഈ കമ്പോള ശേഷി തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം. ചുരുക്കത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക പരമാധികാരവും തദ്ദേശീയ വ്യവസായങ്ങളുടെ താല്പര്യവും ബലികഴിച്ച് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്ന് അമേരിക്കയെ ഓർമ്മിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പാശ്ചാത്യ ശക്തികളുടെ സമ്മർദ്ദതന്ത്രങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ ഇനി വില പോവില്ല എന്ന വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ മറ്റ് വികസ്വര രാജ്യങ്ങൾക്കും ലഭിക്കുന്നത്. സ്വന്തം നിബന്ധനകളിൽ ഉറച്ചു നിൽക്കുന്ന പുതിയ ഇന്ത്യയുടെ ഈ സാമ്പത്തിക യുദ്ധത്തോട് വാഷിംഗ്ടൺ എങ്ങനെ പ്രതികരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് മലയാളം.